എക്സ്ക്യൂസ് മീ. മമ്മി എന്താ ഇവിടെ? അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? ഞാനും ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാ. നീ ഉണ്ടാവുന്നതിന് മുമ്പ് വരെ ഞാനും നിന്റെ അച്ഛന്റെ കൂടെ ഈ കമ്പനി നടത്താൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നു. പിന്നെയാ നിന്നെയും അച്ഛനെയും നോക്കി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തത്. ഇപ്പൊ അച്ഛൻ മലേഷ്യക്ക് പോയിരിക്കല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോവാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ തോന്നി. സത്യം പറ, ഞാനും പാർവതിയും തമ്മില് എന്തെങ്കിലും ഇടപാട് നടക്കുന്നുണ്ടോന്ന് അറിയാനല്ലേ എന്റെ മമ്മി വന്ന്? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. നിനക്കും ഈ കമ്പനിക്കും നല്ലത് സംഭവിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നീ എന്നെ വിഷമിപ്പിക്കരുത്. സോറി. ഇറ്റ്സ് ഓക്കെ. എല്ലാ ദിവസവും ആ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടല്ലേ അച്ഛൻ ജോലി തുടങ്ങാറ്? നീ അതൊന്നും ചെയ്യാറില്ലേ? ഡാഡി പാർവതി ആ ജോലി ഏൽപ്പിച്ചത്. പാർവതി അത് കൃത്യമായി ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോ ഡാഡി അവളോട് മുകളിലേക്ക് വരരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിളക്ക് കൊളുത്താറില്ല. ഇതൊക്കെ അദ്ദേഹം എന്തിനാ നിർത്തിച്ചത്? മുക്ത, കൈലാഷിന്റെ ക്യാബിനിലേക്കൊന്ന് വാ. മമ്മി എന്തിനാ മുക്തയെ വിളിക്കുന്നത്? അവളെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കാനാണോ? നീ എന്തിനാ ടെൻഷനാവുന്ന? ഒന്ന് ക്ഷമയോടെ നിക്ക്. എന്താ ആന്റി? നീ ഒരു കാര്യം ചെയ്, താഴെ പോയി പാർവതിയെ കണ്ടിട്ടേ ഇനി മുതൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് വിളക്ക് കൊളുത്തണമെന്ന് പറയണം. എന്താ മുക്ത, എനി പ്രോബ്ലം? ആന്റി, അങ്കിള് പാർവതിയോട് മുകളിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാം. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചോളാം. നീ പാർവതിയുടെ മുകളിലേക്ക് വരാൻ പറഞ്ഞാ മതി. ഓക്കെ ആന്റി. പിന്നെ കൈലാഷിനെ ഒരു കോഫിയും കൂടി കൊണ്ടുവരാൻ പറയണേ. കൈലാഷിന്റെ മുന്നിൽ നല്ലവളാകാൻ ആന്റി അവനെയും പാർവതിയെയും ഒരുമിപ്പിക്കുമെന്നാ തോന്നുന്നത്. കമ്പനിയുടെ സിഇഒ ആയ ഞാൻ അടിച്ചു വരുന്ന അവളെ പോയി വിളിക്കണം. ഓ, എല്ലാം എന്റെ തലയിലെഴുത്താ. നോക്കി നിൽക്കാതെ പോയി വിളിക്കുമോളെ. യെസ് ആന്റി. ഞാൻ എന്തിനാ ഇവളെ സ്വീകരിച്ച് കൈലാഷിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുന്നത്? ആ പണി കരുണാകരനെ ഏൽപ്പിക്കാം. അയ്യോ, എന്താ മേഡം ഇങ്ങോട്ട് വന്നേ? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ മേലോട്ട് വന്നല്ല. താൻ പാർവതിയോട് കൈലാഷിന്റെ ക്യാബിനിൽ വിളക്കൊളുത്താൻ പറ. പോകുമ്പോ ഒരു കപ്പ് കോഫിയും കൂടെ കൊണ്ടുപോകാൻ പറ. മേഡം എന്താ തമാശ പറയാ? അവളെ ഇവിടുന്ന് മാറ്റി നിർത്താനേ ഞാൻ എന്തൊക്കെ കളി കളിച്ചിട്ടെന്ന് എനിക്കറിയുള്ളൂ. എന്നിട്ടിപ്പോ ഞാൻ തന്നെ അവളെ മോളിൽ കയറ്റണം. എനിക്കിതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇത് സീതാന്റിയുടെ ഓർഡറാ. സീതാ മേഡം വീണ്ടും വന്നു. അവർ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നപ്പോ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം തലയിടും. അവരിവിടുന്ന് പോയതിനു ശേഷം ഞാൻ മനസമാധാനമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആ ശല്യം വീണ്ടും വന്നു. കൈലാഷിനെയും പാർവതിയെയും പിരിക്കാൻ അവരെ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ആന്റി ഇത് ചെയ്യുന്നത് കൈലാഷിന്റെ മുന്നിൽ നല്ലവളാകാൻ വേണ്ടിയാ. ആന്റി നമ്മുടെ ഭാഗത്ത് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ച് ചെയ്തേ പറ്റൂ. താൻ പോയി പാർവതിയുടെ കാര്യം പറ. കരുണാകരനും മുക്തേ പാറുവിനെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ.
രണ്ടെണ്ണം എന്തോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യ ഈ പെട്ടി? ഇതെങ്ങനെ ഇങ്ങനെ കൊടുക്കാം അല്ലേ? ഇയാളെന്തിനാ തീപ്പെട്ടിയായിട്ട് പോകുന്നത്? ആവോ. മാഡം ജോലി ചെയ്ത് അഭിനയിച്ചത് മതിയാക്കിക്കോളൂ. എന്നിട്ട് ഇതങ്ങോട്ട് പിടിക്ക. ഇതെന്തിനാ സർ? അയ്യോ, അവിടെ നിന്ന് വിളക്ക് കൊളുത്തിയാലേ ഈ കമ്പനിക്ക് അഴിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാ കൈലാഷാർ പറയണേ. നോക്കൊന്നും വേണ്ട, ഇത് ചെയ്യാൻ പറഞ്ഞതേ സീതാ മേഡം. പിന്നെ പോകുമ്പോ നീ ഇട്ട് കൊടുക്കാറുള്ള വളിച്ച കാപ്പി ഉണ്ടല്ലോ, അതും കൂടി ഉണ്ടാക്കിക്കൊണ്ടുപോകാം. ഇനി മുതൽ എല്ലാ ദിവസവും നീ ഇത് ചെയ്യണമെന്നാണ് മാഡം പറയണത്. ഇങ്ങനെ പോയാലേ നീ വിളക്ക് മാത്രമല്ല, ഈ കമ്പനി മൊത്തം കത്തിക്കും. നിന്നോട് കൈലാഷ് സാറിന്റെ കേബിനിൽ കയറരുതെന്ന് പറഞ്ഞവര് തന്നെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറയുവാണല്ലോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അദ്ദേഹത്തിന് കാപ്പി ഇട്ട് കൊടുക്കാനോ വിളക്ക് കൊളുത്താനോ അല്ല ഈ കമ്പനിയിലേക്ക് വരുന്നത്. ഇതൊന്നും എന്റെ ജോലിയല്ലെന്ന് പറയാൻ പോവാ. പിന്നെ മോഹൻ, നീ ജോലിയാ നോക്ക്. ഇവളോട് ഞാൻ സംസാരിച്ചോളാം. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? ഇത്രയും കാലം നീ തന്നെയല്ലേ കൈലാഷ് സാറിന്റെ ഓഫീസിൽ വിളക്ക് കൊളുത്തിട്ടുള്ളത്? അതുപോലെ വിളക്ക് കൊളുത്തിട്ടിങ്ങി വന്നാ പോരെ? എല്ലാം അറിഞ്ഞിട്ടും പ്രിയൻചേട്ടൻ എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നേ? ഇതിനു മുൻപ് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്ന പോലെ അല്ലല്ലോ ഇപ്പോ. അന്ന് കൈലാഷ് സാർ എന്നോട് വിളക്ക് കൊളുത്താനും കാപ്പി ഇട്ട് കൊടുക്കാനും ഒക്കെ പറയുന്നത് എന്തർത്ഥത്തിലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അദ്ദേഹം സാധാരണ രീതിയിൽ എന്നോട് സംസാരിച്ചാൽ പോലും എനിക്ക് തെറ്റായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അദ്ദേഹത്തെ കാണുമ്പോ എനിക്ക് സത്യം മറച്ചു വെക്കുന്നതിന്റെ കുറ്റബോധവും തോന്നുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ടല്ല. ഇപ്പൊ നീ മുകളിലേക്ക് പോയില്ലെങ്കിൽ കൈലാഷ് സാർ ഇങ്ങോട്ട് വരും. അത് ഇതിലും വലിയ പ്രശ്നമാവും. മുകളിൽ സീതാ മേഡം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവരുടെ മുന്നിൽ വെച്ച് കൈലാഷ് സാറിന് അധികം സംസാരിക്കാൻ പറ്റില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നൊന്നും പ്രിയൻചേട്ടൻ കേൾക്കുന്നില്ലല്ലോ. പിന്നെ പ്രിയൻചേട്ടൻ പറയുന്നത് മാത്രം ഞാൻ കേൾക്കുന്ന എന്തിനാ? നീ പറഞ്ഞ എന്ത് കാര്യവും ഞാൻ കേൾക്കാത്ത? ഞാൻ പ്രിയൻചേട്ടനോട് അമ്മയുമായിട്ടുള്ള വഴക്ക് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞതല്ലേ? പ്രിയൻചേട്ടൻ അത് കേട്ടോ? ആനക്കാര്യം പറയുമ്പോഴാണോ ചേനക്കാര്യം പറയുന്നത്? ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. എനിക്കിത് തന്നെയാണ് ആനക്കാര്യം.